ഇന്നിപ്പം 20th of April മൺഡേ. സോ ഒന്നെങ്കിൽ ഞാൻ മൺഡേ ടു ഫ്രൈഡേ വരെയാണ് എനിക്ക് വർക്ക് ഡേയ്സ് വരുന്നത്. സോ അപ്പം അങ്ങനെ ഇടാം. അല്ലാതെ എൻ്റെ എല്ലാത്തിലും ഒരു കണ്ടന്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. യൂഷ്വലി വരുന്നത് പറയുന്ന പോലെ രാവിലെ ഒരു ചായ കുടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈക്ക് ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞു വർക്കിന് കയറിയിരിക്കും, വർക്ക് ചെയ്യും, ചിലപ്പോൾ കുക്ക് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും, ലൈറ്റായിട്ടൊക്കെ കഴിക്കും, കുക്ക് ചെയ്യും, ചിലപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഓർഡർ ചെയ്ത് കഴിക്കും. കുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ്, കുക്ക് ചെയ്ത് കഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും വർക്കിലായിരിക്കും. പിന്നെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ അത് ചെയ്യും. വൈകിട്ട് ഒരു ചായ കുടിക്കും, ചായ കുടി മസ്റ്റാണ്. അത് കഴിഞ്ഞ് 7 മണി വരെ ഉള്ളൂ. ചിലപ്പോൾ പുറത്തു പോകും, ഇതൊക്കെ ഉള്ളൂ. അപ്പം ഇതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല. ഞാനും ബോറടിച്ചിരിക്കുന്നത് നിങ്ങളെയും കൂടെ ബോറടിപ്പിക്കണ്ടല്ലോ. മേ ബി ഞാൻ വീക്ക് ഡേയ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാ ദിവസവും എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നെനിക്ക് മൂടിയ ഞാൻ വേറൊരു വീഡിയോ കൊണ്ടുവന്നപ്പോൾ ഇന്ന് തന്നെ ചെയ്തേക്കാം എന്നെനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ എല്ലാം അത് കാണിക്കാം. സോ വൺസ് അഗൈൻ എൻ്റെ വീക്ക് ഡേ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇല്ലൊന്നുമില്ല, വേണമെങ്കിൽ സ്വാഗതം വേണ്ടെന്നുണ്ടെങ്കിൽ പോകാം. ഇങ്ങനെ ഞാനൊന്നുമില്ല, എനിക്ക് ചുമ്മാ സംസാരിക്കണം തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് വേണം തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ കാണാം, വേണ്ടെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ഫേമസ് ആവും, അപ്പോൾ നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 10 മണിയായി. ഗുഡ് മോർണിംഗ് എന്ന് പറയാം, പക്ഷേ ഒരു 7 മണിക്കൊക്കെ എണീറ്റ് ഗുഡ് മോർണിംഗ് പറയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര മുഖം ഇങ്ങനെ നീര് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയത്തില്ല, എന്നെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട്. എന്നെ കാണുന്നവർക്കറിയാം. എനിക്കൊരു സൈനസൈറ്റിസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ടോൺസിലസിൻ്റെ അവിടെ ബൾജ് ചെയ്ത് അങ്ങനെ ഇതിവിടെ മൊത്തം നീര് വെച്ച് വേദനയായി, കുളമായി, നാശമായി, പാണ്ടാരടങ്ങി ഞാൻ. ഇന്ന് കുറവുണ്ട്, ഇന്നും നല്ലതായിട്ടൊക്കെ കുറവുണ്ട്. ലൈറ്റ് പെയിനുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ അത്രയും വരെ തുറക്കാൻ പറ്റുള്ളൂ. ഇവിടെ എന്തോ ജാമായിപ്പോയി, അറിയില്ല. എൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുമോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളെ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കില്ലേ, ആ സാധനമാണ്. ഞാനതൊന്ന് ഇടട്ടെ. കഴിക്കാൻ വേറെ ഡൈനിങ് റൂമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അതിനത്ര സിസ്റ്റമാറ്റിക് ആവാൻ ഉദ്ദേശിച്ചിട്ടില്ല, വയ്യാത്തത് കൊണ്ട്. എനിക്ക് വയ്യാത്തോണ്ടെന്ന് പറഞ്ഞ സുഖം. ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. സാരമില്ല, അതിൽ എന്തെങ്കിലും ടെക്നിക്കലി ശരിയാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ശരിയാക്കാം. പക്ഷെ ഞാനത് ത്രൂ ഔട്ട് എനിക്ക് കഴിക്കുന്ന എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറേ കഴിയുമ്പോൾ എനിക്ക് വേദന എടുക്കും. സോ മെഡിസിൻ തിന്നിട്ട് കുറച്ച് പരിപാടിയുണ്ട്. വീട്ടിൽ പോയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഇത് കണ്ടോ, ഞാൻ ബാഗൊക്കെ ഇത് എടുത്ത് വെക്കാനുണ്ട്, അത് വെക്കണം. അത് ഞാൻ തുണി കഴുകാൻ പോയതാണ്. അപ്പം അതിന് കഴുകിയ തുണി വെക്കണം അലമാരയിലേക്ക്. ഇതാണ് എൻ്റെ വിഷുക്കണ്ണി ഒരുക്കിയതാണ്, കാണിച്ചത്. വിഷുക്കണ്ണി ഒരുക്കിയത് അതേപോലെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എടുത്ത് കളയണം. കുറച്ച് ചീത്തയാവുന്നതൊക്കെ ഞാൻ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഇതാക്കിയായിരുന്നു. മാങ്ങയൊക്കെ ചീത്തയായെന്ന് തോന്നുന്നു. അതൊന്ന് ഇതൊക്കെ എടുത്ത് കളയണം. വയ്യാത്തതുകൊണ്ട് ഞാൻ തീരെ വയ്യായിരുന്നു. ഇപ്പോഴാണ് ഞാൻ തല പൊക്കിയപ്പോഴേ എനിക്ക് അപ്പോഴേ അങ്ങ് ഫ്രഷ് ഐഡിയ വന്നു. സോ ഇതാ ബാഗ് നിറച്ചും കഴുകിയ തുണികളാണ്. ഇതത്രയും തിരിച്ച് അലമാരയിലേക്ക് വെക്കണം. ആൻഡ്
ഒരു 11 ആകുമ്പോൾ വർക്ക് സ്റ്റാർട്ടാവും. അപ്പം ലാപ്ടോപ്പ് വർക്ക് ചെയ്യാൻ. സോ അത്രേ ഉള്ളൂ. സോ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. ഞാൻ മുന്നേ പണ്ടെപ്പോഴോ ഒരു വ്ളോഗ് ചെയ്ത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ കണ്ടന്റ് എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ പ്രൊഫൈല് ഇൻസ്റ്റയിലെ പ്രൊഫൈൽ നോക്കിയാൽ അറിയാം. പോണ്ടിച്ചേരി പോയ ടൈമിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവള് ട്രെയിനിൽ കയറിയപ്പോൾ തൊട്ട് എൻ്റെ ഒരു 3 days ഉണ്ടായിരുന്നു. അവിടം വരെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷെ ആ ടൈമിൽ എനിക്ക് ടെക്നിക്കൽ സപ്പോർട്ട് അത്ര ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരിയും കണ്ടന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ലെങ്ത് ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് എല്ലാം കൂടെ എവിടേക്ക് ഇടണമെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വന്നു. അതിന് ശേഷം ഫോൺ എന്തോ പറ്റി. അങ്ങനെ എൻ്റെ ആ എടുത്ത് വെച്ചേക്കുന്ന അത്രയും പോയി. പിന്നെ ഞാൻ ഡീമോട്ടിവേറ്റ് ആയിപ്പോയി. പിന്നെ സത്യം പറഞ്ഞാൽ ആ ഒരു ട്രിപ്പ് പോയത് തന്നെ വ്ളോഗിങ് കൂടെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ അത് പ്ലാൻ ചെയ്തിട്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പം അതിനുശേഷം തൊട്ട് എനിക്ക് യൂട്യൂബിൽ അങ്ങോട്ട് കണ്ടന്റ് ഇടാൻ അങ്ങോട്ടൊരു പ്രന്യാസമാണ്. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്നത് ഞാൻ ഷോർട്സ് ആയിട്ട് തന്നെ ഷോർട്സിലേക്ക് അങ്ങോട്ട് ഇടും. അല്ലാതെ കുറവാണ്. ഇപ്പം എന്താണെന്നറിയില്ല. ഇതിന് നാളെ ഈ മോട്ടിവേഷൻ നാളെ വരെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞാനിടാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് എന്താ വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി കാണിക്കാനൊന്നുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഓരോന്നും കാണിക്കാം. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ഇപ്പം നൈറ്റ് പുറത്ത് പോകുന്നെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ആഡാക്കി. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു സിമ്പിളായിട്ട് ചെയ്യാം. ഇത്തിരി എനിക്ക് ഒരുപാട് ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് അവിടെ ഇവിടെ ഇട്ട് എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പാനിക്കാവും. പാനിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതാക്കാതെ വലിയ ഇതാക്കാതെ അത്യാവശ്യം നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഞാനൊരു അല്ലെങ്കിൽ ഞാൻ 3 days'ലൊന്നും കട്ട് ചെയ്യും. അങ്ങനെ നോക്കട്ടെ. അതാകുമ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങ് ഫ്രൈഡേ വരെ ഷൂട്ട് ചെയ്യുമെന്ന് എനിക്കൊരു സോ എനിക്ക് 11-നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 11 വർക്ക് സ്റ്റാർട്ട് ചെയ്യും. 11 to 7 വരെയാണ്. പക്ഷെ എനിക്ക് വർക്കൊക്കെ കിട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും. എനിക്ക് കുറച്ച് ഭംഗിക്കുറവുണ്ടല്ലോ. ഞാൻ ചെയ്യണ്ട അപ്പോഴത്തേക്ക് ഇന്ന് ചെയ്യും. വേണ്ട, ഞാൻ മുടി കെട്ടിയ കാണാനുള്ള എനിക്ക് ഒരു ഇതില്ല, നശിച്ചു. ഇങ്ങോട്ട് പോയി വേദന എടുത്ത് എൻ്റെ മുഖമൊക്കെ അങ്ങനെ വാടിപ്പോയി. അതുകൊണ്ട് കൊള്ളുമില്ല. ലാപ്ടോപ്പ് ഓണാവുന്നത് എനിക്കിങ്ങനെ വയ്യാതെ വരുമ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തറയിൽ കിടക്കും. ചൂട് കാരണം എനിക്ക് റൂമിൽ പോയി കിടന്നാലും ഒരു സുഖം കാണത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ തറയിൽ തന്നെ കിടക്കും. എൻ്റെ കോലം കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇതാണ് ശരിക്കുള്ള ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യാത്തത് കൊണ്ടും വയ്യാതെ വന്നു കഴിഞ്ഞാൽ ഫുഡ് തിന്നൂല. പിന്നെ എനിക്കെല്ലാം മടിയായിരിക്കും. ഞാൻ കുറച്ച് ഓക്കെ ആയിട്ട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് മൂഡുണ്ടാവില്ല. അപ്പം നമുക്ക് മൂഡാണോ ഒരു കാര്യം ചെയ്യുന്നതാണോ വലുത്, സൗന്ദര്യമാണോ വലുത്? പറ. ഒരു കാര്യം ചെയ്യുന്നതാണ് വലുത്. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ കാറ്റുകൊണ്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറ ചിരിക്കാൻ പോലും വയ്യ. ക്യാമറ ഇങ്ങനെ അടയ്ക്കുന്നുണ്ട്, കാര്യമാക്കണ്ട. ഞാനിങ്ങനെ പിടിക്കുന്നതിൻ്റെ ഉള്ള എൻ്റെ ബുദ്ധിമുട്ടാണ്. അതെൻ്റെ ട്രൈപ്പോഡ് ലാപ്ടോപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. കഞ്ഞിയിൽ പയറില്ല ഗൈസ്. എനിക്കെപ്പോഴേ തോന്നി പയറില്ലാത്ത കഞ്ഞിയാ തരുന്നതെന്ന്. ഫോട്ടോയിൽ മാത്രമുള്ള ഒരു ഇത് ഉണ്ടായിരുന്നത്. സാരമില്ല, വിചാരിക്കില്ല ഞാൻ ഇത്രയും ഫുഡേ കഴിക്കുന്നുള്ളെന്ന്. അതെ, അല്ല, എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ ഫുഡ് കഴിക്കും. ഇതിലൂടെ പയറില്ലാത്തത് എനിക്കൊരു ഡിപ്രഷനായിപ്പോയി. കുഴപ്പമില്ല,
സാരമില്ല, ഞാൻ അങ്ങോട്ട് 2 ദിവസത്തേക്ക് അങ്ങോട്ട് ക്ഷമിക്കുക. കുറച്ചും കൂടെ കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആവും. അപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് കഴിക്കും. അപ്പോൾ എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. അപ്പം ഇത് കഴിക്കട്ടെ. അതിൽ വലിയ ഞാൻ സംഭവമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കഴിച്ചിട്ട് വരാം. ഭയങ്കര ചൂട്. അപ്പം ഞാൻ ഓർത്തു ഒന്ന് കുളിച്ചേക്കാമെന്ന്. ഇനി കുളിച്ചിട്ട് എനിക്ക് ചായ കുടിക്കണം. വയ്യാത്തതുകൊണ്ട് ഞാൻ 2-3 ഡേയ്സ് ഇനി റെസ്റ്റ് ആയിരിക്കും. സോ ഞാൻ സാധാരണ വൈകിട്ടൊന്ന് പുറത്ത് പോകും, പക്ഷേ ഇനി ഞാൻ പോകുന്നില്ല. ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോവാം. അങ്ങനെ റെസ്റ്റ് ആയിരുന്നു, എന്നാലും റെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ തല ഞാൻ കുളിക്കത്തില്ല വയ്യാത്തതുകൊണ്ട്. എൻ്റെ ബോസ് എനിക്ക് മെസ്സേജ് അയച്ചു, ഇയാൾ ഇതുപോലെ ബാത്റൂമിൽ കയറി അപ്പം മെസ്സേജ് അയക്കും. So guys,